ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. ഞങ്ങളിനി നൂറിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നൂറിലേക്കൊക്കെ എത്തി പോണ വഴിയാണ് കേട്ടോ. പോകുമ്പോൾ തന്നെ മുളകളൊക്കെയാണ്. നല്ല ബൈപ്പ് സ്ഥലം, നല്ല തണുപ്പിട്ടൊരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല കൂളിംഗ് ഉണ്ട്. പിന്നെ ഫുള്ളായിട്ട് പച്ചപ്പാണ്, ഫുൾ ഭാഗങ്ങളിലും പച്ചപ്പായിട്ടാണ്. പിന്നെ ഈ ഔട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. വെഡ്ഡിങ്ങിൻ്റെ പരിപാടിക്കും കാര്യങ്ങൾക്കും ബർത്ത്ഡേ പ്രോഗ്രാം അങ്ങനെയുള്ളതിനൊക്കെ പോകാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫജുമോൻ നല്ല ഫോട്ടോഷൂട്ടിലാണ് ആൾ. കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളും എടുത്തായിരുന്നേ. അങ്ങനെ നമ്മളവിടെയൊക്കെ കുറേ കറങ്ങി. പിന്നെ കുറച്ചൊരു പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്, ചെറുതായിട്ട്, ഓവറില്ല, ചെറുതായിട്ട്. പിന്നെ വെയിലായത് കാരണം കുറേയൊക്കെ ഉണങ്ങി പോയിക്കണം, എന്നാലും കുറച്ചൊക്കെ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട് അവിടെ, ബോട്ടിങ് സർവീസ് ചെയ്യാം. നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ അവിടെ ബോട്ട് സർവീസ് ഉണ്ട്, നമ്മൾ കയറിയിട്ടൊന്നുമില്ല. പിന്നെ ഫുള്ളായിട്ട് അവിടെ മുളകളൊക്കെയാണ്, നല്ല കൂളിംഗ് ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയിരിക്കാം. നമ്മൾ പോയത് ഒരു 3 മണി ടൈമൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് വെയിലുണ്ട്, എന്നാലും ആ ഒരു വെയിലിൻ്റെ ഒരു ഇത് കാണിക്കുന്നില്ലേനു. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ, നല്ല സുഖമുണ്ട് അവിടെ ഇരിക്കാനും ചെയ്യാനൊക്കെ. അങ്ങനെ ഫജുമോനും മരത്തുമ്മലൊക്കെ കയറി നിന്നിട്ട് പോസിങ് ചെയ്യാണ്, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ചെയ്തു. നമ്മൾ നല്ല വൈബായിട്ട് വന്നു പോയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ പോകട്ടോ, അവിടെ പോയി ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ അവിടെ പ്രത്യേകത രസം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളെ ടയറുണ്ടല്ലോ, ടയർ കൊണ്ട് ഊഞ്ഞാല കിട്ടിയിരിക്കണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോ ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ പിള്ളേർക്ക് ചെറിയ ടയറുണ്ട്, വലിയ പിള്ളേർക്ക് വലിയ ടയറുകൊണ്ടൊക്കെ അങ്ങനെ കെട്ടിയിരിക്കണ്. പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കുളം ഉണ്ട്, അതിൽ കുറച്ച് ഫിഷൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ള കളർ ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. എത്ര നേരം വൈകിയാലും നമ്മൾ നിസ്കാരം ഒന്നും ഒഴിവാകില്ല കേട്ടോ. അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ വരെ ഉണ്ട് ഈ പാർക്കിൽ. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂർ പച്ചാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ പാർക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വരാം. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും നിസ്കാരം ഒഴിവാകും അങ്ങനെ എന്നൊക്കെ, അതിനോടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നിസ്കരിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ആ പാർക്കിൽ പോയൊക്കെ കാണാം. ഈ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂർ പച്ചാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ പാർക്ക് ഉള്ളത്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.